നമ്മുടെ സ്കിന്നിന്റെ കളർ വൈറ്റ് ആയാലും അതുപോലെ തന്നെ അതൊരു ഡാർക്ക് സ്കിൻ ടോൺ ആയാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്കിൻ ബൂസ്റ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗ്ലോ കിട്ടുന്നതിനും ഈവൻ ടോൺ കിട്ടുന്നതിനൊക്കെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് സ്കിൻ ബൂസ്റ്റർ എന്ന് പറയുന്നത്. മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്കിത് ഇയർലി ചെയ്യാവുന്ന ഒരു സർവീസ് ആണ്. മെയിൻ ആയിട്ട് ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള സ്കിൻ ബൂസ്റ്റേഴ്സിന്റെ 6 കീ ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, ഡീപ്പ് ഹൈഡ്രേഷൻ. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം വേണ്ട നല്ല രീതിയിലുള്ള ഡീപ്പ് ആയിട്ടുള്ള ഹൈഡ്രേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ ബൂസ്റ്ററിന് സാധിക്കുന്നു. നമ്പർ 2, സർഫസ് ഈവനസ്. നിങ്ങളുടെ സ്കിന്നിൽ ഇപ്പോൾ ഒരുപാട് വലിയ ഓപ്പൺ പോർസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഓയിലി സെക്രീറ്റിംഗ് ആയിട്ടുള്ള ഫേസുകളിൽ നല്ല വലിയ രീതിയിലുള്ള ഓപ്പൺ പോർസ് ആണ്. സോ ഈ ഓപ്പൺ പോർസ് എല്ലാം റെഡ്യൂസ് ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ഒരു ഈവനസ് കൊടുക്കാൻ സാധിക്കുന്നു. നമ്പർ 3, റെഡ്യൂസ് ദി ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ്. സ്കിൻ ബൂസ്റ്റർ ചെയ്യുന്നത് വഴി നമ്മുടെ ഫേസിലുള്ള ഫൈൻ ലൈൻസ് കുറയ്ക്കുന്നതിനും റിങ്കിൾസ് കൺട്രോൾ ചെയ്യുന്നതിനും സാധിക്കുന്നു. അതുവഴി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കറക്റ്റഡ് ആയിട്ടുള്ള ഫേസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്പർ 4, സ്മൂത്ത്നെസ്. നിങ്ങളുടെ ഫേസിലെ ഒരു റഫ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് മാറ്റിയെടുക്കുന്നതിനും നല്ലൊരു റേഡിയൻസ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടുന്നതുമായിട്ടുള്ള സ്കിന്നിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സ്കിൻ ബൂസ്റ്ററിന് സാധിക്കുന്നു. നമ്പർ 5, സ്കിൻ ടോൺ ഈവനസ്. നിങ്ങളുടെ ഫേസിലുള്ള പിഗ്മെന്റേഷൻസ് കുറയ്ക്കുകയും ഏജ് സ്പോട്ട് കുറയ്ക്കുകയും അതുപോലെ ഡാർക്കൻ ഏരിയാസ് ഒന്ന് ലൈറ്റൻ ആകുന്നതിനും ഈ പറയുന്ന സ്കിൻ ബൂസ്റ്റർ ഹെൽപ്പ് ചെയ്യുന്നു. നമ്പർ 6, റെഡ്യൂസ് സ്കാറിംഗ്. ഇപ്പോ മുഖക്കുരു കാരണമോ അതല്ലാതെയോ നിങ്ങളുടെ ഫേസിലുള്ള സ്കാർ കുറയ്ക്കുന്നതിന് നമുക്ക് ഈ ഒരു സ്കിൻ ബൂസ്റ്റർ വഴി ഹെൽപ്പ് ചെയ്യുന്നു. സോ ഈ സ്കിൻ ബൂസ്റ്ററിന്റെ ഇത്രയും കീ ബെനിഫിറ്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്കിൻ ബൂസ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇതിനപ്പുറം നിങ്ങൾക്ക് സ്കിൻ ബൂസ്റ്ററിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് സ്കിൻ ബൂസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഏകദേശം ഒരു 2 hours വരെ ടൈം എടുക്കുന്നതായിരിക്കും. ആദ്യം ലോക്കൽ ക്രീംസ് അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്തൊരു 30 to 45 minutes കഴിഞ്ഞിട്ടാണ് പ്രൊസീജിയറിലോട്ട് വരുന്നത്. നമ്മൾ നോർമലി ഒരു ഫേസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ബിയേർഡ് ഇല്ലാത്തൊരു ഫേസ് ആണെങ്കിൽ നമുക്കൊരു 3 ml യൂസ് ചെയ്യേണ്ടി വരും. അതല്ല ഇപ്പൊ ബിയേർഡ് ഫേസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ml സ്കിൻ ബൂസ്റ്റർ ഫേസിൽ യൂസ് ചെയ്യേണ്ടി വരും. നെക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 ml യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ ചെസ്റ്റ് ഏരിയ ചെയ്യുന്നവരുണ്ട്, അതിന് നമുക്കൊരു 3 to 4 ml വേണ്ടി വരും. പിന്നെ കയ്യില് ഇപ്പൊ ഒരുപാട് വലിയ മുറുകിയിരിക്കുന്ന കൈയുള്ള ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് കയ്യിൽ ചെയ്യുന്നവരും 2 ml ഈച്ച് യൂസ് ചെയ്യേണ്ടി വരും. സോ ജസ്റ്റ് പ്ലാൻ സ്കിൻ ബൂസ്റ്റർ.